അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് വയനാട്. ഒരു നാടൊന്നാകെ ഉരുൾപൊട്ടലിൽ ഒലിച്ച് ഇല്ലാതെയാകുന്ന കാഴ്ച. കേരളത്തിന് ഇത്തരം ദുരന്തങ്ങൾ പുതിയ കാഴ്ച അല്ലാതായിട്ട് കുറച്ചു കാലമായി. 2018 മഹാപ്രളയത്തിനു ശേഷം പെട്ടുമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലിൽ ജീവിതങ്ങൾ മറഞ്ഞു പോയത് നമ്മുടെ കൺമുൻപിലാണ്. കവളപ്പാറയിൽ മണ്ണിനടിയിൽ ഇനിയും ബാക്കിയാണ് രക്ഷിക്കാനാവാതെ പോയവർ. എന്തുകൊണ്ടാണ് കേരളം തുടർച്ചയായി ഇത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുന്നത്? സംസ്ഥാനം വീണ്ടും പ്രളയഭീതിയിലേക്കാണോ നീങ്ങുന്നത്? സംസ്ഥാനത്തെ പല ജില്ലകളും ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാൻ സാധ്യത. എന്താണ് റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് പരിശോധിക്കാം. 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 3728 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ അതിൽ 2239 എണ്ണവും കേരളത്തിലായിരുന്നു. അതിനു പുറമെ നിരവധി ചെറിയ ഉരുൾപൊട്ടലുകളും വിവിധ ജില്ലകളിൽ നാശം വിതച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളാണ് കണക്കുകളിൽ 2ാം സ്ഥാനത്ത്. 376 ഉരുൾപൊട്ടലുകളാണ് ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തത്. 1ഉം 2ഉം സ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം കേരളത്തിലെ അപകട സാധ്യത അടിവരയിടുന്നതാണ്. തമിഴ്നാട്ടിൽ 196, കർണാടകയിൽ 194, ജമ്മു കാശ്മീരിൽ 184 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ. വനനശീകരണം, ഭൂമി കയ്യേറ്റം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതിക്ക് യോജിക്കാത്ത കൃഷിരീതികൾ, അനധികൃത ക്വാറികളുടെ പ്രവർത്തനം എന്നിവയാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ 13 ജില്ലകളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭീഷണിയിലാണെന്നാണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 14.4% ഭൂപ്രദേശത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാനുള്ള സാധ്യതയാണുള്ളത്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ ഭീഷണിയിലാണ്. 700 വീടുകൾ അതീവ ഗുരുതര ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലത്താണെന്നും റിപ്പോർട്ട് പറയുന്നു. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% കൂടിയെന്നും ക്ലൈമറ്റ് വേരിയബിലിറ്റി ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം വിഭാഗം കണ്ടെത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമായുള്ള ഡീപ് ലേണിംഗ് സാങ്കേതിക വിദ്യയിലൂടെ കേരളത്തിന്റെ 10 ഭൂപടങ്ങളാണ് തയ്യാറാക്കിയത്. 1990 മുതൽ 2020 വരെ കേരളത്തിലുണ്ടായ 3575 ഉരുൾപൊട്ടലുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ ഗവേഷണം. 2018 മുതലുള്ള ഉരുൾപൊട്ടലുകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിലാണ് അപകട സാധ്യത വർദ്ധിച്ചെന്ന കണ്ടെത്തലുണ്ടായത്. കേരളത്തിലെ 13% പ്രദേശങ്ങൾ കടുത്ത ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഹൈറേഞ്ചിൽ 600 മീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ 31% അപകട മേഖലയിലാണ്. ഇതിൽ 10 മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണി വളരെ കൂടുതലാണ്. പെട്ടെന്ന് പെയ്ത് അവസാനിക്കുന്ന പെരുമഴയിൽ വെള്ളം കുത്തിയൊലിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ ഭീഷണിയും വർദ്ധിപ്പിക്കുന്നു. ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തങ്ങൾ നേരിടാൻ സർക്കാർ നൽകിയ മുൻകരുതൽ നിർദ്ദേശങ്ങളെല്ലാം അവഗണിക്കപ്പെട്ടു. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: മലയോര ജില്ലകളിൽ ദിവസവും ഭൂജല, മൈനിംഗ് ആൻഡ് ജിയോളജി, മണ്ണ് സംരക്ഷണ വകുപ്പിൽ 1 ജിയോളജിക്കൽ അസിസ്റ്റന്റിനെയോ മണ്ണ് സംരക്ഷണ ഉദ്യോഗസ്ഥനെയോ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും നിയോഗിക്കണം. മഴയുടെ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ജില്ലാ അതോറിറ്റികൾക്ക് ജില്ലയിലെ ഉരുൾപൊട്ടലിന്റെയോ മണ്ണിടിച്ചിലിന്റെയോ സാധ്യത സംബന്ധിച്ച അവലോകന വിവരം ജിയോളജിസ്റ്റ് കൈമാറണം. 2018 ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ബാധിക്കുകയും വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്ത വീടുകളിൽ താമസിക്കുന്നവരെയും പുറമ്പോക്കിലെ വീടുകൾ തകർന്നവരെയും ദുരിതാശ്വാസ സഹായം ഉപയോഗിച്ചുള്ള വീടിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലാത്ത കുടുംബങ്ങളെയും ജില്ലയിൽ മഴയുടെ മഞ്ഞ അലർട്ട് ലഭിക്കുമ്പോൾ ക്യാമ്പുകളിലേക്ക് മാറാൻ ഉപദേശിക്കണം. ഇതിനായി ഈ കുടുംബങ്ങളുടെ മൊബൈൽ നമ്പർ ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററുകളിലും സൂക്ഷിക്കണം. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ നിർബന്ധമായും ക്യാമ്പുകളിലേക്ക് മാറ്റണം. കാലവർഷ, തുലാവർഷ മാസങ്ങളിൽ ഈ കുടുംബങ്ങൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്കായി ക്യാമ്പ് നടത്തണം എന്നീ നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇപ്പോൾ 166 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 75 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 123 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 91 പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 32 മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു. 123 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിൽ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്.